ഉത്രട്ടാതി ജലമേളയ്ക്ക് തുടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ അണിനിരക്കുന്നത്. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും മത്സരിക്കും. 16 ഹീറ്റ്സുകളിലായാണ് മത്സരങ്ങൾ. ഓരോ ബാച്ചിലും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 പള്ളിയോടങ്ങൾ ഫൈനലിൽ എത്തും. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എത്ര സമയത്തിനുള്ളിൽ മത്സരങ്ങൾ ആരംഭിക്കും? എങ്ങനെയാണ് ആവേശം? ഷമി, അല്പസമയത്തുള്ള തന്നെ മത്സര വള്ളംകളി ആരംഭിക്കും. ഇപ്പോൾ നമുക്ക് പമ്പയാറ്റിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. ജലഘോഷയാത്രയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 4 പള്ളിയോടങ്ങൾ ചേർന്നാണ് ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ ജലഘോഷയാത്രയായി പള്ളിയോടങ്ങൾ ഓരോന്നായി ഇപ്പോൾ ക്ഷേത്രക്കടവിലേക്ക് പോകുവാണ്. സത്രക്കടവിൽ നിന്ന് ഈ ജലഘോഷയാത്രയിൽ 51 പള്ളിയോടങ്ങളും പങ്കാളിയാകുന്നുണ്ട്. 50 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ ഇത്തവണ പങ്കെടുക്കുക. ഇനി 3 മണിയോടുകൂടി തന്നെ ക്ഷേത്രക്കടവിൽ നിന്ന് ആരംഭിക്കുന്ന മത്സരം അത് ഈ വളരെ മനോഹരമാണ്. കാരണം ഈ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയിൽ തുഴയെറിഞ്ഞുകൊണ്ട് നയപ്പുകൊണ്ട് വാശിയോടെ ഓരോ കരയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ പള്ളിയോടങ്ങളും അതിവേഗത്തിൽ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാകും. കാരണം ഇരു കരകളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരനാഥന്മാരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ കരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ പള്ളിയോടങ്ങളും ഈ സത്രക്കടവിലേക്ക് കുതിച്ചെത്തുക. ഇപ്പോൾ ഈ പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയും വളരെ മനോഹരമാണ്. നമുക്ക് ഓരോ 4 വള്ളങ്ങൾ 3 പള്ളിയോടങ്ങൾ വീതമാണ് ഈ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് പോകുന്നത്. ഇത് അല്പസമയം മുമ്പ് ആരംഭിച്ച ജലഘോഷയാത്രയാണ്. ഓരോ വള്ളങ്ങളും പള്ളിയോടങ്ങളും പോകുമ്പോൾ അതിൻ്റെ സൗന്ദര്യാത്മകമായ രീതിയിൽ തന്നെയാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള പുരോഗമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതികളും അതിൻ്റെ ഇത് കാണുമ്പോൾ ആ പള്ളിയോടങ്ങളുടെ ആ രൂപകൽപ്പനയെല്ലാം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ആ പള്ളിയോടങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നാഗത്തിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളിയോടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ അടങ്ങുന്ന വിശ്വാസങ്ങളുടെ ബിംബങ്ങളും ഈ പള്ളിയോടങ്ങൾ രൂപകൽപ്പനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെത്തി അതിനായ അതിൻ്റെ നടത്തേണ്ട ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയാണ് ഓരോ പള്ളിയോടങ്ങളും ആപത്ത് വരരുതേ, അതുപോലെ ഇത്തവണ ജലരാജാക്കന്മാരാകണമെന്ന ആഗ്രഹത്താലാണ് ഓരോ പള്ളിയോടങ്ങളും ഈ മത്സരത്തിനായി എത്തുന്നത്. അത് എല്ലാ കാലവും ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത് അതിൻ്റെ വേഗതയിലല്ല, പകരം അതിൻ്റെ സൗന്ദര്യമാണ്, അതിൻ്റെ തുഴയുന്ന രീതിയാണ്. തുഴയെറിയുന്നത് മറ്റു വള്ളങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ഉത്രട്ടാതി ജലമേള. ആ ജലമേളയുടെ പ്രത്യേകതകളൊക്കെ തന്നെ നമുക്ക് ഈ ഇത്തരത്തിൽ വള്ളംകളിയിൽ കാണാൻ സാധിക്കും. മറ്റു വള്ളംകളികൾക്ക് പലപ്പോഴും ആരാണ് അതിവേഗത്തിലെത്തുക എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ മനോഹരമായ രീതിയിൽ തന്നെ തുഴയെറിഞ്ഞു പോകണമെന്നാണ് നിയമം. പടിഞ്ഞാറു നിന്നുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയാൽ അയോഗ്യനാക്കുകയും ചെയ്യും. 52 കരകളെന്ന് പറയുമ്പോൾ അത് വടശ്ശേരിക്കരയും തുടങ്ങി അങ്ങ് പള്ളിപ്പാട്, ആലപ്പുഴ ജില്ലയുടെ പള്ളിപ്പാട്ട് അല്ലെങ്കിൽ ചെന്നിത്തല വരെ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയോളം ജില്ലയുടെ പല ഭാഗങ്ങളായി പരന്നു കിടക്കുന്ന കരകളാണ്. ആ കരകൾക്കെല്ലാം തന്നെ ഏറ്റവും വലിയ ഉത്സവം കൂടിയാണ് ഇന്ന് നടക്കുന്ന ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത്. 1947 മുമ്പ് പള്ളിയോട സഭാ സംഘത്തിനും രൂപീകരണത്തിന് മുമ്പ് വിവിധ കരകളിലായിരുന്ന ഇത്തരം ആഘോഷങ്ങൾ നടത്തിയിരുന്ന വള്ളസദ്യയെല്ലാം തന്നെ പിന്നീട് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാകുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പള്ളിയോടങ്ങളുടെ മത്സരങ്ങളും അതുപോലെ വള്ളസദ്യയെല്ലാം ക്ഷേത്രത്തിലേക്ക് പാർത്ഥസാരഥിയുടെ മണ്ണിലേക്ക് നടത്തി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ പൊലിമ ഒരിക്കലും കുറയാതെ തന്നെ എല്ലാ വർഷവും ഏറ്റവും പ്രൗഢിയോടുകൂടി തന്നെയാണ് ഇത്തരം മത്സരങ്ങളും ഇതെല്ലാം നടന്നു പോകുന്നത്. ആറന്മുള എന്ന പൈതൃക ഗ്രാമമാണ്. ആ പൈതൃക ഗ്രാമത്തിലാണ് പാർത്ഥസാരഥി ക്ഷേത്രവും. ആ ക്ഷേത്രവുമായി അനുബന്ധിച്ച് ഒട്ടനവധി ചടങ്ങുകളും നമുക്ക് എല്ലാ ചടങ്ങുകളുമുണ്ട്. അതെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെയും ആചാരപ്പെരുമയോടെയൊക്കെ തന്നെ തേരിലിറങ്ങി തന്നെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അഷ്ടമിരോഹിണി, വള്ളസദ്യ, തിരുവോണത്തോണി, അങ്ങനെ ഇതെല്ലാം ആറന്മുളയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ കാര്യമാണ്. ആറന്മുള കണ്ണാടി
നമുക്കറിയാം. അങ്ങനെ ആറന്മുള എന്ന ചെറിയ ഗ്രാമം പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ തേരിലേറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിൻബലത്തിലാണ് ലോകത്തിൻ്റെ സാംസ്കാരിക പൈതൃക ലോകത്തിൻ്റെ ലോകത്തറിയപ്പെടുന്ന ഒരു ഗ്രാമമായി മാറുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ പള്ളിയോടങ്ങളുടെയൊക്കെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മുമ്പ് തിരുവോണത്തോണി മങ്ങാട്ടുപട്ടതിരി തിരുവോണത്തോണിയിലെത്തിയപ്പോൾ ഒരു ഘട്ടത്തിൽ തിരുവോണത്തോണിയെ കള്ളന്മാരെത്തി ആക്രമിച്ച ഒരു ചരിത്രമുണ്ട്. പിന്നീട് ഈ തിരുവോണത്തോണിക്ക് സുരക്ഷയ്ക്കായി അകമ്പടി പോയതാണ് ഈ ഓരോ കരയുടെ നാഥന്മാരുടെ നേതൃത്വത്തിൽ പള്ളിയോടങ്ങളെന്നും അത്രയും വിശ്വാസങ്ങളുമുണ്ട്. അതിലാണ് പിന്നീട് ഈ പള്ളിയോടങ്ങളായി മാറിയതും പിന്നീട് മത്സരവള്ളംകളിയിലേക്കും ജലമാമാങ്കത്തിലേക്കൊക്കെ എത്തിയെന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ആ ഒരു നാടിൻ്റെ ആകെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓർക്കുക, ഒരു 52 കരകളിൽ നിന്ന് ആളുകൾ എത്തുക, 51 കരകളിൽ നിന്ന് ആളുകൾ ജലഘോഷയാത്രയിൽ പള്ളിയോടങ്ങൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ 50 കരകളിലുള്ള 50 പള്ളിയോടങ്ങൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഏതാണ്ട് ഇന്ന് ഈ ജലമേളയുടെ ഭാഗമായി തന്നെ തുഴയെറിയുന്നത് 4000-ഓളം ആളുകൾ ഈ തുഴയെറിയാൻ വേണ്ടി മാത്രം പമ്പയാറ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ആയിരങ്ങളായിരിക്കാം, 10,000-ങ്ങളായിരിക്കാം ഈ മത്സരത്തിൻ്റെ ഫലം ആരിന്ന് ജലരാജാവാകുമെന്ന് കാത്തു നിൽക്കാൻ സാധ്യതയുള്ള അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ 10,000-ങ്ങളുടെ വിശ്വാസവും ആവേശമൊക്കെ തന്നെയാണ് പമ്പയാറിലിൻ്റെ ഓളപ്പരപ്പിൽ നിന്ന് ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇരു കരകളിലും ആളുകളുടെ എണ്ണം അനുനിമിഷം വർദ്ധിക്കുകയാണ്.